ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ സേലം വിടുകയാണ് അല്ലേ. ഞങ്ങളങ്ങനെ സേലം വിടുകയാണ്. നമ്മൾ ഒക്കെ റെഡിയാക്കി. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു വെച്ചാൽ കട്ട ട്രെയിൻ എടുത്ത് 9 നിൽക്കാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ട്രെയിൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടെ പോകുന്നത്? ഫസ്റ്റ് ഞങ്ങൾ ചെന്നൈ പോകണം. അവിടുന്ന് നമുക്ക് രാവിലെ തന്നെ ട്രെയിന്. അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. 2 ദിവസം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമ്മൾ ഫുള്ള് ട്രെയിനിലത്തെ ഫുഡാകുമ്പോൾ നമുക്ക് ആകെ കോളാറാവും. അത് കാരണം കൊണ്ട് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചപ്പാത്തി, ഇഡ്ഡലിയുണ്ട്, പിന്നെ തക്കാളി തൊക്ക്, പുളി പാർന്നിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും കേട് വന്ന് പോകില്ല. അതുമല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് രാവിലെ പിന്നെ തമിഴ്നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ കേട് വരില്ലല്ലോ. 2 ദിവസം അല്ലറ ചില്ലറ ബ്രെഡ്, ജാമ്, സാൻഡ്വിച്ച് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ എടുക്കാൻ പോകുന്ന വെച്ചാൽ ആദ്യം നമ്മൾ ചെന്നൈ വെളിപ്പുറം പോയിട്ട് അവിടെ നമുക്ക് 5:30 ട്രെയിന് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് തല 4 തിരിയുണ്ട്, വളരെ കൊണ്ടുപോകും. അപ്പോൾ ഗൈസ്, ബാക്കിയുള്ള ട്രെയിനിലത്തെ വിശേഷങ്ങളും ഞങ്ങൾ പോണ വിശേഷങ്ങളൊക്കെ എന്തായാലും വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ മരങ്കൽ മിയാസിനെ മേലാക്കിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്ലീപ്പറിലാണല്ലേ. നമ്മൾ അജ്മീർക്ക് പോണത് AC-യിലാണ്. കാരണം 2 ദിവസം ലോങ് ട്രാവൽ ഉള്ള കാരണം കൊണ്ട് ഒരുപാട് ക്രൗഡിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മാത്രം 2 ദിവസം കണക്കിന് നമുക്ക് AC-യിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സേഫ്റ്റി മുഖ്യം അല്ലേ. അടുത്ത ട്രെയിൻ നമ്മൾ വിളിപ്പുറത്തുനിന്ന് നമ്മൾ നേരെ അജ്മീർക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം പിന്നെ അവിടെ നടുവിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ജയ്പൂർ പോകില്ല. അപ്പോൾ നമ്മൾ ഗുജറാത്തൊക്കെ താണ്ടിയാ പോകുന്നത്. അത് നമുക്ക് കടന്നുറങ്ങി നമുക്ക് ഒന്നും അറിയില്ല റൂട്ടുകളൊന്നും. അപ്പോൾ ഇപ്പം ഇന്നത്തെ കണക്കല്ല. നാളെ രാവിലെ കയറിയാൽ അടുത്ത നാളെ 2 ദിവസം ഈ ട്രെയിൻ ഞങ്ങളുടെ വീടാണ്. 48 ഉറങ്ങി സലിക്കാൻ വേണ്ടി എത്താം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വിളിപ്പുറം പോകും. അവിടുന്ന് നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യണം. 5 മണി വരെക്കും. അതിനുശേഷം പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ AC കമ്പാർട്ട്മെന്റ് ചെയ്തിട്ട് ആരും വരില്ല. എന്നാ വെള്ളം സുഖമായി കടന്നുറങ്ങുക. നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ്. നമ്മൾ രാത്രി 1 മണി 1:30 നമ്മൾ ചെന്നൈ പോയില്ല. ചെന്നൈയിൽ മുന്നേ വിളിപ്പുറത്ത് നിന്ന് ഇറങ്ങി. ചെന്നൈ പോയിട്ട് പക്ഷേ ട്രെയിനിനകത്ത് ഇറങ്ങി നമ്മൾ വിളിപ്പുറം ഇറങ്ങിയിട്ട് ഒരു 3-4 മണി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇതേപോലെ AC-യിൽ ഒരു വെയിറ്റിംഗ് ഹാൾ എടുത്തിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. എന്നിട്ട് അവിടുന്ന് കറക്റ്റ് ഒരു 5:45 ട്രെയിനിൽ കയറി. ഇപ്പം എവിടെ എത്തി വെച്ചാൽ നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു അല്ലേ. ഗുണ്ടൂർ, അതായത് ആന്ധ്ര അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ദിവസം ഫുള്ളും ഉണ്ട്. നാളെ ഒരു ദിവസം രാത്രി വരെ ഉണ്ട് അല്ലേ. നാളെ ഒരു ദിവസം യാത്ര വരെ ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. നമുക്ക് സീറ്റിന് പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞതിൽ ഞങ്ങൾ ഒരുപാട് ഇടങ്ങേറായിരുന്നു സീറ്റിന്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത് ഇങ്ങനെ കണ്ണാടി ആയതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. പക്ഷെ എന്താണ്, ഇങ്ങനെ ആവുമ്പോൾ ടെമ്പറേച്ചർ എല്ലാം ഒരേമാതിരി ഉണ്ടാവും. ക്ലൈമറ്റ് മാറില്ലല്ലോ. ഇത് ഈ AC-യുടെ തണുപ്പ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. മറ്റേത് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള കാറ്റും ഒരു രാവിലത്തെ മഞ്ഞൊക്കെ ഭയങ്കരമാണത്. അപ്പം അതൊരു വ്യത്യാസമുണ്ട്. ഞാൻ AC-യിൽ പോകുമ്പോൾ ഫുള്ള് അടച്ചിട്ടിട്ട് ഒരേ ഇതിൽ ടയേർഡ് ഇല്ലാണ്ട് പോവാം. വെയിൽ വന്നാറ് ഇങ്ങെല്ലാം വെയിലുണ്ടോന്ന് അവൻ. ഇനി നമ്മൾ രാവിലത്തെ എല്ലാവരും കടന്നു ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് എണീറ്റൊക്കെയാണ് ഫ്രഷായിട്ട്. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും ഇന്നും നാളെയൊക്കെ. അതിന് ശേഷം നമുക്ക് കിട്ടുള്ള ചോറും കറിയും ഇതൊക്കെ കണക്കാണല്ലേ. സ്പീഡാ പോകുന്നത്. ഇത് നമ്മുടെ ഇഡ്ഡലിയാണ്. അപ്പം നോക്കട്ടെ, ഇത് ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി കേട് വരില്ലല്ലേ. അതൊന്നും നമുക്ക് AC-യിലാണ് പോകുന്നത്. കൂളിങ്ങിൽ എപ്പടി இருக்கும்? எந்த பேப்பர் இது? அலுமினியம் பைல். நீ எதுவுமே தெரியாம பேசாத, தெரிஞ்சுக்கிட்டு கூட பேசலாம் பேசாத. அப்படிதான், அப்படியே விரிச்சு விட, அப்படிதான் வரும். ഇതിപ്പോ നുള്ളി പരിക്കുന്ന മാതിരി ആയിപ്പോയല്ലോ. നമുക്കൊന്നും ரொம்ப നേരം വെച്ചിട്ട് നുള്ളി പരിക്കാൻ മുടിയാது. അപ്പൊക്കെ പച്ച അപ്പൊക്കെ പണ്ടണം. അങ്ങനെ ചട്നി ആയിരിക്കും ഇഡ്ഡലിയൊക്കെ. ഇഡ്ഡലിയെല്ലാം ചട്നി ആയിരിക്കും.
ചൂടാ വെച്ച് പാക്ക് പണിയാ ഇല്ല 6 വയസ്സാണ് പറഞ്ഞു. അപ്പൊ ഇഡ്ഡലി എന്നാലും വേണ്ടില്ല, കടയിൽ നിന്ന് വാങ്ങി തിന്നതിനെക്കാട്ടിലും വേണ്ടില്ല. ഇഡ്ഡലി ഇതാണ്, ഇതാണ് തക്കാളി തൊക്ക്. നല്ല മണമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ച് ചിരിച്ച് അങ്ങനെ ആയി. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയില്ലേ, 4 മണി ആയി. ഇപ്പൊ നമ്മളവിടെ വിജയദേവർക്കുണ്ട്, അതന്നെ വിജയവാടൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ മിയാസ് നല്ലൊരു 8ന്റെ പണി തന്നിട്ടുണ്ട്. കളിക്കുന്നതിന്റെ ഇടയിൽ ട്രെയിനിന്റെ കമ്പി തട്ടിയിട്ട് നെറ്റിമ നല്ലൊരു മുറിയുണ്ട്. കുറച്ച് നല്ല പിരികത്ത് നല്ല വെച്ച് കുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ TTRോട് ഇൻഫോം ചെയ്തപ്പോൾ TTR നമ്മൾ പുറത്തുനിന്നാണ് ഡോക്ടറൊക്കെ കൊണ്ടുവരും. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഓയിൽമെൻറ്റും മരുന്നൊക്കെ കുറച്ച് സേഫ്റ്റി ഉണ്ടാകും. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാത്രം ഉണ്ടായി. നമുക്ക് ഇതുവരെ ഇത്രയും ട്രാവലിൽ ഇത്രയും ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഇത് മനസ്സിലായി, ഇവരെ കൊണ്ട് പോകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സും തനിയാവെ ഒന്ന് റെഡിയാക്കി വെച്ച് എടുത്തിട്ട് പോകണം. എന്നിട്ട് നമ്മൾ TTR ഓരോ ട്രെയിനിലില്ല. അപ്പൊ നമുക്ക് TTR മുറി ഇതായതുകൊണ്ട് ഒരു ഇത് ഒട്ടുന്ന 2 തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ തട്ടിയപ്പോ നല്ല ഇതുണ്ടായിരുന്നു, നല്ല ആഴത്തിലുണ്ടായി. അപ്പൊ ഞാൻ എന്തായാലും ഒട്ടിച്ചു കൊടുക്കണില്ല. അവൻ്റെ ഉപ്പ എനിക്ക് ഒട്ടിച്ചു കൊടുക്കും, നേരെ ഒട്ടിച്ചു കൊടുക്കേ. ആ മരുന്ന് മുറിമ അവിടെ എത്തണം, ശരിയാ? ഈ മക്കളെയും കൊണ്ട് പോകുമ്പോൾ മരുന്ന് മാത്രമല്ല വേറെ എല്ലാം കൊണ്ടാൻ വേണ്ടി എടുക്കണം തോന്നില്ല. പക്ഷെ എല്ലാവർക്കും അതൊരു ഇതായിരുന്നു. അപ്പോഴും എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഓയിൽമെന്റ് എടുത്തത്. തൊപ്പി കുറച്ച് നേരം ഊരിമയാസാ കായോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റോർ ചെയ്ത് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പുളി സാപ്പാട്, പുളിയോദര എന്ന് പറയും. ഈ പുളി കൊണ്ടുള്ള സംബന്ധപ്പെട്ടതൊന്നും കേടുവരില്ല. അതുമല്ല നമ്മൾ AC പോണ കാരണം കൊണ്ട് അതങ്ങനെ ഉണ്ടാവില്ലേ. ചൂടുണ്ടെങ്കിൽ സാപ്പാടെല്ലാം കേടുവന്ന് പോകും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ ഉണ്ട്. ചപ്പാത്തി ആണെങ്കിൽ രാത്രി ആണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ ഒക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസം എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ നാട്ടിലത്തെ ഫുഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഉച്ചക്കത്തെ ചോറ് എപ്പോഴും കഴിക്കണം 4 മണിക്ക്. ഒക്കെ നല്ല അങ്ങോട്ട് ഉറങ്ങിയിരിക്കുകയാണ്. AC പോയാലേ സാധാരണ AC ഇരുന്നാലേ സർവ്വസാധാരണ ഉറക്കം വരും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരേ ഒരു ഇരിപ്പിരുമ്പോൾ ഉറക്കം വരുന്ന സംഭവം. കുറേ പാട്ടൊക്കെ വെച്ച് ജോലി അടിച്ചിട്ട് പോകും. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പാട്ട് പിന്നെയും ഞങ്ങൾ ആരംഭിക്കും അല്ലേ, കച്ചേരി. ഈ കച്ചേരി നടക്കുന്നതിൻ്റെ ഇടയിലാണ് മിയാസ് എനിക്ക് പണിയുന്നത്. കൊണ്ടുപോയി മുട്ടി ഞാൻ നല്ല പൊളിഞ്ഞെന്നാ വിചാരിച്ച്. ഈ പിരികത്തിന്റെ ആയതാരം കൊണ്ടേ ആ കമ്പി വെച്ച് അറിയില്ല, ആരോട് പറഞ്ഞില്ല. ഇരിക്കുന്നുണ്ടോ താടിക്ക് കയ്യും കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലഞ്ച് എന്താ നോക്കട്ടെ. ചോറ് നമ്മൾ ഇങ്ങനെ പാർസലാക്കി വന്നിട്ടുണ്ട്. എവിടെ തുറക്ക്, ചോറിനെ തുറക്ക്. ചോറിന്റെ മൂടി ഏത് സൈഡാ? ഉദ്ഘാടനം കഴിക്കാൻ പോവാ. അപ്പൊ നമ്മളുടെ പുളിയോദരയും റെഡിയാക്കിയത് അവിടെ കൊടുത്ത് നല്ല അടിപൊളി. അത് മണം പറ്റിയ അപ്പം ഉണ്ടാക്കുമ്പോ ഉപ്പും പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാതും മിക്സ് ആയിട്ടുണ്ടാവും. അപ്പൊ അതും റെഡി. അതിന് തൊട്ടിട്ട് എന്താ ചിപ്സ് ഇല്ലേ, പൊട്ടാറ്റോ ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ട്രെയിനിലത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ ഇന്നും പഴയമാതിരി ബോറടിക്കും, കളർ കൊടുക്കും, അതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ ട്രെയിനിൽ തന്നെയാണ്. നാളെ രാത്രി വരക്കും. രാത്രിയാണ് നമ്മൾ ജിമ്മിൽ പോയി ഇറങ്ങുള്ളൂ. അപ്പോൾ അതുവരെയും നാളെയും ട്രെയിനത്തെ വിശേഷങ്ങൾ, നാളത്തെ വിശേഷങ്ങൾ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിനൊന്നും നടക്കില്ല. നമുക്ക് വലിയവർക്ക് ഇങ്ങനെ ഇട്ട് പോകേണ്ടി വരും. കുട്ടികൾക്ക് എന്തായാലും നമ്മൾ മാറ്റി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.